മറ്റൊരു വാർത്ത അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട അരിക്കൊമ്പൻ ദൗത്യത്തിൽ നാളത്തെ മോക്ക് ഡ്രിൽ മാറ്റിയിരിക്കുന്നു. കേസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് മാറ്റിയത്. കോടതി തീരുമാനം അനുകൂലമായാൽ 30-ന് ദൗത്യം തുടങ്ങും. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നു. അജി, മോക്ക് ഡ്രിൽ മാറ്റിയിരിക്കുന്ന സാഹചര്യം എന്താണ്? കോടതി കേസ് പരിഗണിച്ചാണോ? തീർച്ചയായും ഫിജി, കോടതി കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മോക്ക് ഡ്രിൽ നടപടിക്രമങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. അനുകൂലമായി വിധി വരികയാണെങ്കിൽ 30-ാം തീയതി വീണ്ടും മോക്ക് ഡ്രിൽ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ദൗത്യ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അരിക്കൊമ്പൻ സ്വൈര്യവിഹാരം തന്നെയാണ് ഇവിടെ ഇടുക്കിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അരിക്കൊമ്പൻ നിലവിൽ ഈ ദൗത്യ സംഘത്തിന്റെ അടുത്ത് എത്താറായെന്നുള്ള രീതിയിലുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങി. കാരണം ഈ മിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് അരിക്കൊമ്പൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നത് എന്നുള്ളതും എടുത്തു പറയണം. കാരണം കോന്നി സുരേന്ദ്രനും കുഞ്ചുവും അടക്കമുള്ള കുങ്കിയാനകളും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ചിന്നക്കലാൽ ശാന്തമ്പറ പഞ്ചായത്തിൽ നാശം വിധിക്കുന്ന അരിക്കൊമ്പൻ ആനയിറങ്കൽ ഡാം കടന്ന് 301 കോളനി ഭാഗത്തേക്ക് കയറി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മയക്കുമടി വെക്കുന്നതിന് മുന്നോടിയായി വനംവകുപ്പിന്റെ സംഘങ്ങളുടെ രൂപീകരണത്തിനുള്ള യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു പിടിയാനയും 2 കുട്ടിയാനകൾക്കൊപ്പമാണ് അരിക്കൊമ്പൻ പെരിയ കനാൽ എസ്റ്റേറ്റ് ഭാഗത്തെത്തിയത്. ദേശീയപാതയിൽ വാഹനങ്ങളും ആളുകളും തിരക്കും ഉണ്ടായിരുന്നതാൽ തിരികെ ആനയിറങ്കൽ ഭാഗത്തേക്ക് ആന തിരിച്ച് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. നിലവിൽ 301 കോളനിക്ക് സമീപമാണ് ഇപ്പോൾ ആനയെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. നിരീക്ഷണത്തിനായി വാച്ചർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും എത്തിയ RRTയും ഡോക്ടർ അരുൺ സക്രിയയും ചിന്നക്കനാലിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ കോടതി വിധി അനുകൂലമായ സാഹചര്യം സംഭവിക്കുകയാണെങ്കിൽ അതിനുശേഷം ഈ ദൗത്യം തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം തന്നെ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആനയെ മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വനംവകുപ്പ് തുടരുകയാണ്. 8 സംഘങ്ങളാണ് രൂപീകരിക്കുക. ഈ 8 സംഘങ്ങൾ ഇപ്പോൾ തന്നെ അതിന്റെ ഒരു ട്രയൽ റണ്ണുകളൊക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കോടതി വിധി അനുകൂലമാകുന്നതിന് വേണ്ട എല്ലാ വിവരങ്ങളും വനംവകുപ്പ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരിക്കൊമ്പനെ മയക്കുമടി വെക്കുന്നത് 29 വരെ ഹൈക്കോടതി തടഞ്ഞുവെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുമായാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അരിക്കൊമ്പനെ ഇപ്പോഴും RTRT സംഘം നിരീക്ഷിക്കുന്നുണ്ട് ഫിജി. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്.